പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന ബുധനാഴ്ച വിജയൻ്റെ മകൾ വീണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മുന്നിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് അവർ ഹാജരാകാൻ പോവുകയാണ്. അവർ കഴിഞ്ഞ ആഴ്ച ഹാജരാവണം എന്ന് ED പറഞ്ഞിരുന്നു. പക്ഷേ അവർ അവധി അപേക്ഷിച്ചു. അവർക്കെന്തോ അസുഖമാണെന്ന് പറഞ്ഞു. അത് ED അംഗീകരിച്ചു. വീണ്ടും ഒരു ആഴ്ച കൂടി അവർക്ക് സാവകാശം കൊടുക്കുകയും ഈ വരുന്ന ബുധനാഴ്ച അവർ ഹാജരാവാൻ പോവുകയും. ആദ്യം ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കുന്ന സമയത്ത് അവർ EDയോട് എന്നെ ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം, രേഖകൾ എന്താണെന്ന് ആവശ്യപ്പെട്ടാൽ അഭിഭാഷകർ വഴി അത് എത്തിക്കാം എന്ന് അവർ EDയോട് പറഞ്ഞത്. പക്ഷേ ED ആവശ്യം അംഗീകരിച്ചില്ല. അവരടുത്ത ബുധനാഴ്ച, അതായത് നാളെ കഴിഞ്ഞ് വീണയോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അടുത്ത ചോദ്യം ചെയ്യലിൻ്റെ തുടർച്ചയായി വീണ എന്ന് പറയുന്ന വിജയൻ്റെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, എൻ്റെ പ്രാഥമികമായിട്ടുള്ള എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് വീണയെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യും എന്നായിരുന്നു. അത് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രാഥമികമായിട്ട് എനിക്കുണ്ടായിരുന്നൊരു ബോധ്യം അതായിരുന്നു. പക്ഷേ എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, വീണ എന്ന വിജയൻ്റെ മകളെ ഇത്തവണത്തെ ചോദ്യം ചെയ്യലിന് ശേഷവും ED അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. നമുക്കറിയാം, രണ്ടാമത്തെ ചോദ്യം ചെയ്യലാണ് നടക്കാൻ പോകുന്നത്. ഈ ചോദ്യം ചെയ്യൽ വളരെ വിപുലമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമുക്കറിയാം, മെയ് 27-ാം തീയതി വിജയനും വീണയും ഉണ്ടായിരുന്ന വീട്ടിൽ ED ചെല്ലുകയും അവിടെ വീണയെ ഏതാണ്ട് മണിക്കൂറുകളോളം അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം ഈ അന്വേഷണം തടയണമെന്നും പറഞ്ഞ് കരിമണൽ കമ്പനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ പോയി. ഡിവിഷൻ ബെഞ്ച് ആവശ്യം തള്ളിക്കളഞ്ഞു. അങ്ങനെ കോടതിയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അവർ എറണാകുളത്തെ കീഴ്ക്കോടതിയെ സമീപിച്ചുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കീഴ്ക്കോടതിയിൽ സമർപ്പിച്ച 134 രേഖകൾ അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ വീണയ്ക്കും കരിമണൽ കമ്പനിക്കുമൊക്കെ എതിരെ അവർ കണ്ടെത്തിയ 134 രേഖകളുണ്ട്. ആ രേഖകൾ ED ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ കീഴ്ക്കോടതി ഉത്തരവായി. അപ്പോൾ ആ രേഖകൾ കീഴ്ക്കോടതി നൽകി. ആ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ അവർ ഫോൺ പിടിച്ചെടുത്തിരുന്നു, വേറെ ചില രേഖകൾ കിട്ടിയിരുന്നു. അതിൻ്റെയൊക്കെ കൂടെ പരിശോധനയുടെ ഭാഗമായി വിപുലമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ആ ചോദ്യം ചെയ്യലിൻ്റെ അവസാനം വീണയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ബോധ്യം. സുഹൃത്തുക്കളെ, എന്നാൽ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, വീണയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കാരണം, ഈ SFIO 27/11/2024 സമർപ്പിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. എനിക്കൊന്ന് ഈ കമ്പനി അഫയേഴ്സ് മന്ത്രാലയത്തിന് സമർപ്പിച്ച 164 പേജിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ വിശദമായി ഒന്ന് വായിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ ഈ വീണയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം നിരത്തിയിട്ടുണ്ട്. എല്ലാ തെളിവുകളും നിരത്തിയിട്ടുണ്ട്. അവരുടെ മൊഴി ഉൾപ്പെടെ ഉള്ള അവർ നടത്തിയിട്ടുള്ള ഈ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള 2,78,00,000 രൂപയുടെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള മണി ട്രാൻസ്ഫർ, അതിൻ്റെ ആദ്യാവസാനമുള്ള തെളിവുകൾ വളരെ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ അന്വേഷണ റിപ്പോർട്ടിൽ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും കടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ വീണ മാത്രമല്ല, ഈ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 6-7 പ്രതികൾ കൂടിയുണ്ട്. അവർക്കും ഇപ്പോൾ സമൻസ് അയച്ചിട്ടുണ്ട്. അതിലൊരു പ്രതിയുടെ ചോദ്യം ചെയ്യലിപ്പം തുടങ്ങിയെന്ന് കേൾക്കുന്നു. ഇപ്പോൾ കരിമണൽ കർത്തയുടെ മകൾ, ഒരു ഷിബി കർത്ത എന്ന് പറഞ്ഞൊരു വനിതയുടെ ചോദ്യം ചെയ്യലിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 5-6 പേരുടെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഈ വരും ദിവസങ്ങളിൽ നടക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അവർക്കെല്ലാവർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ SFIയുടെ അന്വേഷണ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതിൽ ഓരോരുത്തരും ചെയ്തിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൽ കരിമണൽ കർത്തായെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം അദ്ദേഹം എന്തോ ഗുരുതര രോഗം ബാധിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്തോ ശരൺ കർത്ത എന്ന് പറഞ്ഞൊരു മകനുണ്ട്. അയാളാണ് ഇതിൻ്റെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ. അയാളാണ് ഇപ്പോൾ കരിമണൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കരിമണൽ കമ്പനിയിലെ
ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു സുരേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഉള്ള ആളുകൾ, അവിടുത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അവിടെ 10-32 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന കാഷ്യർ, അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തട്ടിപ്പ് മുഴുവൻ മറച്ചു വെക്കാൻ കരിമണൽ കമ്പനിയെ സഹായിച്ച 2 ഓഡിറ്റർമാർ, അവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ഓഡിറ്റർമാരുടെയൊക്കെ പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം, നമ്മൾ ഞെട്ടിപ്പോവും. അതായത് ഇത്ര രൂപയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടന്നാൽ മാത്രമേ ഓഡിറ്റിന് അത് വിധേയമാകുകയുള്ളൂ. അതുകൊണ്ട് ഇവന്മാരെന്താ ചെയ്തതെന്ന് അറിയാമോ? ഈ കരിമണൽ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് ഓരോ ദിവസവും. ആയിരക്കണക്കിനല്ല, നൂറുകണക്കിന് ട്രാൻസാക്ഷൻസ് ഓരോ ദിവസം നടക്കും. അതെല്ലാം 10,000 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻസാണ്. മനസ്സിലായില്ലേ? 10,000 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഞങ്ങൾ നോക്കുമ്പോൾ 10,000 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻസ് ആണതുകൊണ്ട് ഞങ്ങൾ ഓഡിറ്റ് ചെയ്തില്ല. വേറൊരു ഓഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും 15,000 രൂപയിൽ താഴെയാണ് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഓഡിറ്റർമാരും ഇതിന് ഭയങ്കരമായിട്ടുള്ള കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു വശം കണ്ടത് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും ഈ കരിമണൽ കർത്താവും ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്നിട്ട് നിപുണ എന്നും സസ്ജ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും എംപവർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ കമ്പനികൾ അവരുണ്ടാക്കും. എന്നിട്ട് ആ കമ്പനികൾ എന്ന് മാത്രമല്ല അവരുടെ താല്പര്യക്കാരെ വെച്ചിട്ടും കമ്പനികൾ ഉണ്ടാക്കും. എന്നിട്ട് അവർക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് അവരുമായിട്ട് ഓവർ ഇൻവോയ്സ് ചെയ്ത്, അതായത് വേണ്ടതിനേക്കാൾ കൂടുതൽ തുക ഓവർ ഇൻവോയ്സ് ചെയ്ത് അവരുമായിട്ട് ആ ഇടപാട് നടത്തും. ആ ഇടപാട് നടത്തിയിട്ട് ആ ഓവർ ഇൻവോയ്സ് ചെയ്ത തുക മുഴുവൻ ഈ കരിമണൽ കമ്പനി തിരിച്ചിങ്ങി മേടിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒട്ടനവധി കള്ളത്തരങ്ങൾ അവർ അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കരിമണൽ കർത്താവിൻ്റെ കള്ളത്തരങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാനതെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൊക്കെ ഭാഗഭാഗുക്കളായിട്ടുള്ള പ്രതികളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ശരൺ കർത്ത, അയാളുടെ ഭാര്യയുണ്ട്, കരിമണൽ കർത്താവിൻ്റെ ഭാര്യയുണ്ട്, അവിടുത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുണ്ട്, അവിടുത്തെ കാഷ്യറുണ്ട്, അവരുടെ ഓഡിറ്റർമാരുണ്ട്. ഇവരെ എല്ലാവരെയും ഈ 2ാം ഘട്ടത്തിൽ ED വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. വീണ ഉൾപ്പെടെ ഇവരെല്ലാവരെയും. അപ്പോൾ ഇവരെല്ലാവരെയും ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഇവരെ എല്ലാവരെയും വ്യക്തിഗതമായിട്ടാണ് ചോദ്യം ചെയ്യുക. വീണയെ ചോദ്യം ചെയ്യും, കർത്താവിൻ്റെ മകനെ ചോദ്യം ചെയ്യും, മകളെ ചോദ്യം ചെയ്യും, അവരുടെ ഓഡിറ്റർമാരെ ചോദ്യം ചെയ്യും, ബന്ധുക്കൾ, അവരെല്ലാം ഇൻഡിവിജ്വലായിട്ടായിരിക്കും ചോദ്യം ചെയ്യുക. ഈ ഇൻഡിവിജ്വലായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഈ 2ാം ഘട്ടത്തിൽ അവസാനിക്കാൻ പോകുന്നത്. ആ ചോദ്യം ചെയ്യലെല്ലാം നടത്തി ആ ഇൻഡിവിജ്വലായിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ച് അത് മുഴുവൻ പഠിച്ചതിന് ശേഷം ഇവരെ ഒരുമിച്ചിരുത്തി അടുത്തൊരു ഘട്ടം ചോദ്യം ചെയ്യൽ വരും. ഒരുമിച്ചിരുത്തി, അതായത് ഇവരെ ഇൻഡിവിജ്വലായപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ, ഈ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് ഒരുമിച്ചിരുത്തി ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു 3ാം ഘട്ട ചോദ്യം ചെയ്യൽ ഉണ്ടാവും. അതിൻ്റെ സമയപരിധി എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 1-2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായെന്നിരിക്കാം, അല്ലെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞെന്നിരിക്കാം. കാരണം ഈ കിട്ടുന്ന ഇൻഡിവിജ്വലായിട്ടുള്ള ഈ രേഖകൾ മുഴുവൻ അവർക്ക് പരിശോധിക്കണമല്ലോ, പഠിക്കണമല്ലോ. അതെല്ലാം പഠിച്ചതിന് ശേഷം 3ാമത് ഇവരെ ഒരുമിച്ചിരുത്തി, ഇപ്പോൾ വീണയെയും കരിമണൽ കമ്പനിയുടെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറെയും, അല്ലെങ്കിൽ വീണയെയും അവിടുത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെയും, അല്ലെങ്കിൽ വേറെ കരിമണൽ കർത്താവിൻ്റെ മകനെയും അവിടുത്തെ കാഷ്യറെയും, അവരെയൊക്കെ ഇരുത്തിയുള്ള ഒരു സംയുക്ത ചോദ്യം ചെയ്യൽ അടുത്ത 3ാം ഘട്ടത്തിൽ നടക്കും. ഞാനിപ്പോൾ നിരീക്ഷിക്കുന്നത് ഈ 3ാം ഘട്ട ചോദ്യം ചെയ്യലിൻ്റെ അവസാനത്തിൽ വീണയുടെ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളെ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ചോദ്യം ചെയ്യലിനെ തുടർന്ന് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ നിരീക്ഷിക്കുന്നത് 3ാം ഘട്ടത്തിൽ ഇവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി തെളിവുകളെല്ലാം കൂടെ പരിശോധിച്ച്, രേഖകളെല്ലാം കൂടെ പരിശോധിച്ച്, ഇവരുടെ മൊഴികളെല്ലാം കൂടെ പരിശോധിച്ച് ക്രോഡീകരിച്ചൊരു ചോദ്യം ചെയ്യലിനും കൂടി ശേഷമായിരിക്കും വീണയുടെ അറസ്റ്റിലേക്ക് ED പോവുക എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കോടതിയുടെ കൂടി പിൻബലത്തിലാണ് ഇപ്പം ഈ അന്വേഷണത്തിനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്ന് മാത്രമല്ല EDയുടെ ഒരു വിശ്വാസ്യതയും ഈ കാര്യത്തിൽ അന്തർലീനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം EDക്ക് പല അവസരങ്ങളിലും സുപ്രീം കോടതിയിൽ നിന്നൊക്കെ തിരിച്ചടികൾ നേരിടുകയും അവരുടെ വിശ്വാസ്യത കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അതായത് പ്രതിപക്ഷ നേതാക്കന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ED എന്നുള്ള ഒരു ചിന്തയും കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തേച്ചു മാച്ച് കളയാൻ
ED ഒരു വിശ്വാസ്യതയുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വജ്രായുധമാണ് ഈ മാസപ്പടി കേസ് എന്നുള്ളത് കൊണ്ട് എടിപിടി എന്ന് അവരെന്തെങ്കിലും നിലപാടെടുത്ത് അവർ കുഴപ്പത്തിൽ ചെന്ന് ചാടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും തങ്ങളുടെ ഓരോ നടപടികളും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലെന്നും അതിനുശേഷം അടുത്ത ചോദ്യം ചെയ്യലിന് ശേഷമാണ് വീണയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുമുള്ള നിരീക്ഷണത്തിൽ ഞാൻ എത്തിച്ചേരാൻ കാരണം.